ചപലമായിട്ട് നാനോന്മുഖമായിട്ട് ചെതറി പതറിയിരിക്കുന്നതായിട്ടുള്ള ചിന്തകൾ ഒന്നിൽ ഏകീകൃതമാകുമ്പോൾ ഭാരമായിട്ടുള്ളൊരു ശക്തി വരികയാണ്. ശനിദേവനെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സത്യമൂർത്തിയാണ്. അതിന് വല്ലാത്തൊരു തേജസ് ഉണ്ടാവും, ഒരു കരുത്തുണ്ടാവും. അതേമാതിരി ബ്രഹ്മചര്യം സൂക്ഷിക്കുന്ന ആളുകൾക്ക് ആ തേജസ് ഉണ്ടാവും. രത്നങ്ങൾ പതിച്ച് മനോഹരമായിട്ടുള്ള സിംഹാസനത്തിൽ ഭഗവാനെ ഞാൻ അങ്ങേയിരുത്തുന്നു. അങ്ങനെ ആണ് ഇതിൻ്റെ വരികൾ വരിക. അങ്ങനെയൊക്കെ എല്ലാം സങ്കല്പം കൊണ്ട് തന്നെ സൃഷ്ടിച്ച് ചെയ്യുന്ന ആരാധനയുണ്ടല്ലോ, അതിന് വലിയ ഫല. ശ്രീകൃഷ്ണദാസ് സർ, നമസ്കാരം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. സന്തോഷം സർ. ഈ ഗണപതി, ഹനുമാൻ, ഈ മൂർത്തികളുടെ ഭക്തരെ ശനീശ്വരൻ വലിയ കാര്യമായിട്ട് ദോഷങ്ങൾ ബാധിക്കില്ല എന്ന് പറയാറുണ്ടല്ലോ, എന്തുകൊണ്ടാണത്? ഗണപതി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ സാരം. ഗണങ്ങളുടെ പതി, എല്ലാ ദേവതകളുടെയും മൂലസ്ഥാനമാണ്. പിന്നെ യോഗ ഭാഷയിൽ പറയുമ്പോൾ മൂലാധാര തത്വമാണ് ബ്രഹ്മതത്വം. അപ്പോൾ ഗണേശ അഥർവശീർഷ ഉപനിഷത്തിൽ അദ്ദേഹത്തിനെ പറ്റി വർണ്ണിക്കുമ്പോൾ തന്നെ നമസ്തേ ഗണപതയെ ത്വമേവ പ്രത്യക്ഷം തത്വമസി ത്വമേവ കേവലം കർത്താസി ത്വമേവ കേവലം ധർത്താസി ത്വമേവ കേവലം ഹർത്താസി, അങ്ങനെയാണ് പോവുക. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം അങ്ങ് തന്നെ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിനെ വർണ്ണിക്കുക. ബ്രഹ്മതത്വമാണ്, സർവേശ്വരനാണ്, ഭൂമി തത്വവുമാണ്. അതൊരു വലിയ ഘടകമാണ്. അതാണ് ഗണേശൻ്റെ കാര്യം. പിന്നെ ആഞ്ജനേയനാണെങ്കിൽ വലിയൊരു ശക്തിയുടെ മൂർത്തിയാണ്. 15ലധികം സിദ്ധികളെ പറ്റി പറയുമ്പോൾ മനോജപം എന്നുള്ളൊരു സിദ്ധി അദ്ദേഹത്തിന് സഹജമായിട്ടുണ്ടെന്ന് പറയും. മനസ്സിലാഗ്രഹിക്കുന്ന സ്ഥലത്ത് ആ സമയത്ത് എത്താൻ സാധിക്കുക. പിന്നെ ഒരു ശക്തിയുടെ മൂർത്തി എന്ന് പറഞ്ഞാൽ അത് വാനര രൂപമാണല്ലോ. അതിൻ്റെ ഒരു തത്വവശം എന്താ വെച്ചാൽ മനസ്സ് പൊതുവെ വാനര പ്രകൃതമാണ്. ചപലമായിരിക്കും, ഒരു ഭാഗത്തിരിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള അത് ആ ഒരു വാനര മനസ്സ് ഒരു ബിന്ദുവിൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമൂർത്തി രാമൻ, അപ്പോൾ രാമനിൽ കേന്ദ്രീകൃതമായപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു ഭാഗമുണ്ട് രാമായണത്തിലെ, ത്വമേവ ഹൃദയേ ധ്യാത്വ ലങ്കയ അല്പവാരിധിം എന്നാണ്. അങ്ങേ ഹൃദയത്തിൽ ധരിച്ചാൽ ഈ ചെറിയ ലങ്ക കിടക്കാൻ എന്താ പ്രയാസം എന്ന് പറഞ്ഞിട്ടാണ് ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ടാണ് ചാടുന്നത്. അങ്ങനെ ഒരു സന്ദർഭം പറയും ഇതിലെ രാമായണത്തിലെ. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു സൂക്ഷ്മവശമാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു കണ്ണടയോ അല്ലെങ്കിൽ ഒരു ലെൻസോ നമ്മൾ സൂര്യപ്രകാശത്തിൽ കാണിക്കുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ അതിൽ തട്ടിയിട്ട് ക്രോഡീകരിച്ചിട്ടൊരു ബിന്ദുവായിട്ട് വരുമല്ലോ. ആ ബിന്ദു കൊണ്ട് നമ്മൾ കരിക്കാൻ പറ്റുമല്ലോ, വസ്തുക്കളെ കരിക്കാൻ പറ്റും. അപ്പോൾ എന്നാൽ സ്വാഭാവികമായിട്ട് ഒരു യുപാതിലൂടെ കടത്തി വിടാത്തപ്പോൾ അങ്ങനെ പ്രശ്നം വരുന്നില്ല, ഒരു ചൂടുണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിലൂടെ വന്നപ്പോൾ എന്തായി, അത് കേന്ദ്രീകൃതമായി കരിക്കാനുള്ള ശക്തി ഉണ്ടായി. അതേപോലെ ചപലമായിട്ട് നാനോന്മുഖമായിട്ട് ചെതറി പതറിയിരിക്കുന്നതായിട്ടുള്ള ചിന്തകൾ ഒന്നിൽ ഏകീകൃതമാകുമ്പോൾ ഭാരമായിട്ടുള്ളൊരു ശക്തി വരികയാണ്. ഇങ്ങനെ ഒരു തത്വം കൂടി അതിൻ്റെ ഉള്ളിൽ ഗൂഢായിട്ട്. അതുപോലെ ഹനുമാൻ സ്വാമിന് രുദ്രാവതാരം എന്ന് പറയും. രുദ്രാവതാരം ശിവന്റെ അതായിട്ട് പറയാറുണ്ട്. ഒരു പർപ്പസിന് വേണ്ടി വന്നതാണ്. അവതാരങ്ങളൊക്കെ അങ്ങനെയാണ്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം ഒരു അവതാരത്തിൻ്റെ ശൈലി ആവില്ല മറ്റേ അവതാരം, പക്ഷെ എല്ലാം സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. സത്യം പരമ്പര. അതുകൊണ്ടായിരിക്കും ഈ ശനിദേവൻ അതിന്റെ ദോഷങ്ങൾ. ശനിദേവനെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സത്യമൂർത്തിയാണ്. അദ്ദേഹം ചെയ്യുന്ന എന്താ വെച്ചാൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരാൾ ഒരു കൃത്യനിഷ്ഠയുള്ളൊരു പോലീസ് ഓഫീസർ എന്ന് വിചാരിക്കാം. അദ്ദേഹം അച്ഛനുമാണ്, പോലീസ് ഓഫീസറുമാണ്, ഭർത്താവുമാണ്, അമ്മാവനുമാണ്, ഒക്കെ ആവുമല്ലോ. പക്ഷേ ഈ ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ വരുമ്പോൾ അതിൻ്റെ ആ നിഷ്ഠയും ചിട്ടയും പാലിക്കേണ്ടി വരാറുണ്ടല്ലോ. അതേപോലെ അവർ ഗൗരവമായിട്ട് ഒന്ന് കൊട്ടി ഓർമ്മിപ്പിക്കുക എന്നൊരു സമ്പ്രദായം. അതായത് കുടുംബത്തിലെ ഒരു മൂത്ത കാരണവരെ. അതന്നെയാണ് ശനീശ്വരൻ, മെല്ലെ ചരിക്കുന്ന ആളെന്ന് പറയും. നീതിയുടെ ദേവതയാണ് അദ്ദേഹം. പൊതുവെ എന്താ വെച്ചാൽ എന്തെങ്കിലും കൊടുത്താൽ തിരിച്ചെടുക്കില്ല എന്ന് പറയും. അങ്ങനെ ഒരു വിശേഷണമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ശനീശ്വരനാപൂർ അറിയാലോ, കേട്ടിട്ടുണ്ടല്ലോ. വാതിലില്ലാത്ത ഒരു ഗ്രാമല്ലേ. കാരണം ഭയമാണല്ലോ, അദ്ദേഹത്തിനോടുള്ള ആദരവും ഭയം കൊണ്ട് ആരും മോഷ്ടിക്കാറില്ലല്ലോ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ശനീശ്വരന്. ഓർമ്മിപ്പിക്കുന്ന ഒരാളാണ്, അല്ലാതെ അദ്ദേഹത്തിനെ ഭയപ്പെടേണ്ടതില്ല. ശരിക്കും ഓരോ ദശകളും, ഇപ്പോൾ ശുക്രൻ കേതു ഒക്കെ എങ്ങനെയുണ്ടല്ലോ, ഓരോന്ന് ക്രമമായിട്ട് വരുന്ന സമയത്ത് എല്ലാം കൂടി കൂട്ടിയാൽ 120 വരെ. അതിലൊരു 19 വർഷമാണ് ശനിക്ക് പറയുക. പക്ഷെ അതിൽ തന്നെ അനേകം മറ്റപഹാരങ്ങൾ വരും, എല്ലാം കയറി വരുമല്ലോ. ആ സമയത്ത് അത് നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ട് ഗുണങ്ങളെ ഉണ്ടാക്കും. അതുപോലെ ഹനുമാൻ സ്വാമിയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഗണപതി, അതെ,
ഇതിൽ പ്രത്യേകത ഹനുമാൻ സ്വാമിക്ക് ഒരു പ്രത്യേകത, ഗരുഡനെയും ഹനുമാനെയൊക്കെ പറയുന്ന സമയത്ത് ഒരു ബ്രഹ്മചര്യത്തിൻ്റെ ദേവതയായിട്ട് കൂടി പറയും. ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൽ ശരിക്കുക, ഈശ്വരനിൽ പൊതുവായിട്ട് ജീവിക്കുക എന്നൊരർത്ഥമുണ്ട്. അല്ലെങ്കിൽ തന്നെ ശരിക്കും ഒരു വീര്യ സംരക്ഷണം അങ്ങനെ ഒരു ഭാഗമുണ്ട്. അങ്ങനെ അത് ആവശ്യമുള്ള ആളുകൾ ഹനുമാനെ ഉപാസിക്കാറുണ്ട്. വലിയ കരുത്താണ്. സിംഹത്തിനെ പറ്റി പറയാറുണ്ടല്ലോ, ഒരു നിശ്ചിത സമയത്താണല്ലോ അത് ബന്ധം ഉണ്ടാവുക, ഇണയായിട്ട് ബന്ധപ്പെടുക. ആ ഒരു സമയം തെറ്റിയാൽ പിന്നെ അടുത്ത ആ സമയം വരെ ഒരു വ്യവസ്ഥയില്ലാതെയുള്ള രീതിയല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിന് വല്ലാത്തൊരു തേജസ് ഉണ്ടാവും, ഒരു കരുത്തുണ്ടാവും. അതേമാതിരി ബ്രഹ്മചര്യം സൂക്ഷിക്കുന്ന ആളുകൾക്ക് ആ തേജസ് ഉണ്ടാവും. അവർ നോക്ക്, വാക്ക് അപൂർവമാണ്, പക്ഷെ വാക്കിന് പോലും അപാരമായിട്ടുള്ള കരുത്തായിരിക്കും. നോക്കിൽ തന്നെ കാര്യങ്ങൾ സാധിക്കും. അതുതന്നെയാണ് ഇതിൻ്റെയും അങ്ങനെ ഒരു ഭാഗം ഉണ്ട് അതിൽ. അപ്പോൾ ആരെ ഉപാസിക്കണോ, ആരെ സേവിക്കണോ, ആ ഒരു സംസ്കാരം ഉപാസകനിലേക്ക് വരുന്നാണല്ലോ പറയുക. അത് തീർച്ചയായിട്ടും മഹാൻ ഭാവേന മഹത് ഭവതി എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ മൂർത്തികളെ നമ്മൾ ആരാധിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്? ഇതുപോലെ ഓരോ സമ്പ്രദായങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജ്യോതിഷമായിട്ടും കൂടി ശരിക്കും ബന്ധം വരും അതിൽ. കാരണം ഒരാളുടെ 5-ാം ഭാവം, അങ്ങനെ 9, അങ്ങനെ പൂർവ്വപുണ്യങ്ങളും ഒക്കെ കാണിക്കുന്നതാണല്ലോ. അതൊക്കെ നോക്കിയതിന് ശേഷം അതിൽ ഏത് ഗ്രഹമാണ് പ്രബലമായിരിക്കുന്നത് നോക്കിയിട്ട് അതിന് യോജിച്ച ദേവതയെ ഉപാസിക്കുന്ന രീതി. പിന്നെ ഇതിൽ പ്രധാനം എന്താ വെച്ചാൽ സ്വതേ തന്നെ ചിലർക്കൊരു ഒരു ദേവതയുടെ ഒരു ഇഷ്ടം ഉണ്ടാവും. അതാരും പ്രേരിപ്പിക്കാതെ, ആരും ഒന്നും പറഞ്ഞു കൊടുക്കാതെ സ്വാഭാവികമായിട്ടൊരു ഇഷ്ടം വരും. അതുതന്നെയാണ് ഇഷ്ടമൂർത്തി. നക്ഷത്രങ്ങളായിട്ട് ബന്ധമുണ്ട്. നക്ഷത്രങ്ങൾ അപേക്ഷിച്ച് കൂടുതൽ വരിക ശരിക്കും ലഗ്നമൊക്കെ തന്നെയാണ് വരിക. ലഗ്നത്തിനാണ് പ്രാധാന്യം വരിക. ലഗ്നം ചന്ദ്രലഗ്നം രണ്ടിനും പ്രാധാന്യമുണ്ട്. നക്ഷത്രം ഉപരി അതിന് പ്രാധാന്യം. പിന്നെ നക്ഷത്രത്തിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം, ഇതിനൊക്കെ പ്രത്യേകതയുണ്ട്. അതെല്ലാം കൂടി യോജിച്ച് വരും. അത് അങ്ങനെ ഉണ്ടാവുക. പൊതുവെ എല്ലാവരുടെ ഉള്ളിലും ഒരു അറിവുണ്ട്. അത് അവരുടെ ഉള്ളിലൊരു പ്രേരണയായിട്ട് ഏതെങ്കിലും ഒരു മൂർത്തിയോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും. അതുതന്നെയാണ് ഇഷ്ടമൂർത്തി. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് യോജിക്കുന്ന അറിവുള്ള കരുത്തരായ വ്യക്തികളെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കും. അത് പ്രകൃതി, അത് പ്രപഞ്ചശക്തി അത് എത്തിക്കും. പിന്നെ അതിനെ തുടർന്ന് പോയാൽ മതി, അതിനെ അങ്ങ് ഫോളോ ചെയ്താൽ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത്? ആചരണം ശരിക്ക് പൂജയിലും കൂടി ബന്ധപ്പെട്ട് പറയും. അങ്ങനെ ആകുമ്പോഴേ ബാഹ്യമായിട്ട് ധാരാളം ദ്രവ്യങ്ങൾ ഒരുക്കിയിട്ട് ചെയ്യുന്ന പൂജയുണ്ട്, ഒരുപാട് പ്രകടനങ്ങളൊക്കെ ആയിട്ട്. ശരിക്കും അതിനൊരു മധ്യഫല പറയാം, പാതിഫല പറയാം. അല്പദ്രവ്യം ആയിട്ട് കുറച്ച് ദ്രവ്യങ്ങൾ, ഇപ്പോൾ കൂടുതൽ ചെയ്യാൻ പിശുക്കല്ല കേട്ടോ, അങ്ങനെ സാധിച്ചുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നുകൂടി മനസ്സർപ്പിച്ചിട്ട് ഇങ്ങനെയൊന്നും അല്ല വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും കേട്ടിട്ടുണ്ട്, കുറച്ചുകൂടി നന്നാക്കായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്, സ്വീകരിക്കണേ ഭഗവാനെ എന്നൊരു മനസ്സോടുകൂടി ചെയ്യുമ്പോൾ അതിനൊരു ഉത്തമ ഫലമുണ്ട്. മറ്റേന് മധ്യമ ഫലം വന്നു, ഇതിന് ഉത്തമ ഫലം വന്നു. എന്നാൽ ദ്രവ്യം സർവ്വതോത്തമം എന്നാണ്. ഒരു ദ്രവ്യവുമില്ലാതെ കണ്ട് എല്ലാം മനസ്സുകൊണ്ട് തന്നെ സങ്കല്പിച്ചിട്ട് മനസ്സിൽ ഭാവന ചെയ്യുക. ഇപ്പോൾ ശിവൻ്റെയൊക്കെ ആരാധനാ സമ്പ്രദായത്തിൽ രത്നൈകൽപിതമാസനം ഹിമജലം എന്ന് പറഞ്ഞിട്ട് ഒരണ്ടേ. കാരണം ഹിമജലം അളകനന്ദയിൽ നിന്ന് കൊടുന്ന ജലം കൊണ്ട് ഞാൻ ഭഗവാനെ അഭിഷേകം ചെയ്യണം, രത്നങ്ങൾ പതിച്ച് മനോഹരമായിട്ടുള്ള സിംഹാസനത്തിൽ ഭഗവാനെ ഞാൻ അങ്ങേയിരുത്തണം. അങ്ങനെ ആണ് ഇതിൻ്റെ വരികൾ വരിക. അങ്ങനെയൊക്കെ എല്ലാം സങ്കല്പം കൊണ്ട് തന്നെ സൃഷ്ടിച്ച് ചെയ്യുന്ന ആരാധനയുണ്ടല്ലോ, അതിന് വലിയ ഫല. വളരെ ആത്മസമർപ്പണത്തോട് കൂടിയിട്ട് മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് അതിൽ ലോപം വരാനില്ല. ഇപ്പോൾ പൂജയിൽ തന്നെ പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ മറ്റേ വലിയ പൂജകൾക്ക് മധ്യമ ഫലം പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നേദിച്ച വസ്തു, നേദിക്കാനുള്ള വസ്തു തമ്മിൽ കൂട്ടിത്തൊട്ട് അശുദ്ധമായി, കൂട്ടിത്തൊള്ളാൻ പാടില്ല. പൂജ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, അയാൾ അതിനെ മറുപടി പറഞ്ഞെന്ന് വിചാരിക്കുക, അപ്പോഴും ശുദ്ധി കുറവ് വരും. പിന്നെ ചാടി കിടക്കുക, അല്ലെങ്കിൽ തെറിക്കുക, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഒക്കെ വിഷമങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതേസമയം മാനസ പൂജയിൽ അതൊന്നും സംഭവിക്കണില്ലേ. അതെ, മാനസപൂജ തന്നെയാണ് ഏറ്റവും നല്ല പൂജ. അതെ 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 അതെ, അതാണ് പ്രധാനം. തീർച്ചയായിട്ടും അതന്നെ പ്രധാനം. നന്ദി സാർ. ഹരി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും
ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.